ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായാലും വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഇരിക്കണേ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലത്തെ ടാസ്ക് 3 നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നെങ്കിലും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള 3 ടാസ്ക്കാണ് തരുന്നത്. അത് നിങ്ങളുടെ മനസ്സിന് വളരെ സന്തോഷം നൽകും. നിങ്ങൾക്ക് മാത്രമല്ല കുട്ടികൾക്കും വലിയവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരാറ്. ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് നമുക്കുള്ളത് വളരെ സിമ്പിളായിട്ടൊരു ടാസ്ക്കാണ്. വലിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു പിക്ചർ, നിങ്ങൾ പടം വരയ്ക്കാൻ ടാലൻറ്റഡ് ആയിരിക്കണമെന്നൊന്നുമില്ല. ചിലർക്ക് തോന്നും അയ്യോ ഞങ്ങൾ വരയ്ക്കുന്ന ഒരു ഭംഗിയിലാവില്ല, എങ്ങനെ വരയ്ക്കാനാണെന്ന് തോന്നും. അതൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു പിക്ചർ വരയ്ക്കുക എന്തെങ്കിലും. അത് ഞാൻ പറഞ്ഞില്ലേ, ഭംഗിയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു സീനറിയാണ്, അതാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ കുറേയൊക്കെ വരച്ചിരുന്നു. ഭയങ്കര ടാലൻറ്റുള്ളൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം ഓരോന്നൊക്കെ വരയ്ക്കും. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഒന്നും വരയ്ക്കാറൊന്നുമില്ല. കുട്ടികളുടെ വല്ല പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരയ്ക്കുന്നല്ലാതെ പണ്ട് ഞാനിങ്ങനെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ പടങ്ങൾ ഒരു ഡ്രോയിങ് ബുക്കിൽ ഇരുന്നൊക്കെ വരയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. അപ്പോൾ എനിക്കിത് വരച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം വരയ്ക്കാൻ ഇഷ്ടം സീനറീസ് വരയ്ക്കാനാണ്. അതുപോലെ ഞാൻ ആളുകളൊക്കെ വരയ്ക്കുമ്പോൾ അവരുടെ ബാക്ക് സൈഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മുഖമൊന്നും കാര്യമായിട്ട് വരയ്ക്കില്ല. കാരണം മുഖമൊന്നും വരച്ച വൃത്തിയാവില്ല എന്നറിയണോണ്ട്. എല്ലാവരുടെയും തല മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ മറ്റേ യൂട്യൂബിൻ്റെ തമ്പനയിൽ ഇരിക്കുന്ന പോലെ തന്നെ തല മാത്രമുള്ളൂ ബാക്ക് ഭാഗം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ പിക്ചറൊക്കെ ഒന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 10 മിനിറ്റത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻഡ് ആ പിക്ചറിൽ തന്നെയായിരുന്നു. വേറൊരു കാര്യങ്ങളിലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് സ്ട്രെസ് ഉണ്ടായിക്കോട്ടെ, ടെൻഷൻ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ മറക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എന്നിട്ട് ആ പടം ഒന്ന് കാണുക. ഭംഗിയില്ലെങ്കിലും സാരില്ല, എന്നാലും നിങ്ങൾ വരച്ചില്ലേ എന്നുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും എൻ്റെ പിക്ചർ ഏതാണ്ട് വരച്ച് കഴിഞ്ഞു. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെറുതെ എന്താ പറയുക, ഒരു വീടുണ്ട്, ഒരു പുഴയരികത്ത് ഒരു വീട്, പിന്നെ ഒരു മരം, പിന്നെ അതുപോലെ തന്നെ ഒരു വഞ്ചിയിൽ ഒരാൾ തുഴഞ്ഞിട്ട് പോകുന്നുണ്ട്. എനിക്കെന്തോ മനസ്സിൽ തോന്നിയത് ഞാൻ വരച്ചപ്പോൾ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഞങ്ങൾ നിൽക്കണു, കുട്ടികളും ഞങ്ങൾ നിൽക്കുന്ന പോലെയൊക്കെ വരച്ചിട്ട് ജസ്റ്റ് ഒരു പടം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എന്നോട് പറയുക എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഫീലിംഗ്. ഈ സെയിം തന്നെ വരച്ച് വയ്ക്കാമെന്നല്ല, നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നിയാൽ വെച്ചാൽ അത് വരയ്ക്കുക. അപ്പോഴാണത് ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വരയ്ക്കുന്നത് കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ പെപ്പ പിക്കിൻ്റെ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കിയിട്ട് കുറേ പിക്ചേഴ്സൊക്കെ അവൾ വരച്ച് വെച്ച പിക്ചേഴ്സാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോസ് എപ്പോഴും കാണുന്ന കാരണം സ്റ്റോറി വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ കേട്ട കാരണം എന്തായാലും സ്റ്റോറിയും കൂടി ഒന്ന് വായിക്കാം എന്ന് വിചാരിച്ചു ഈ സെഗ്മെൻറ്റിൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ വായിക്കുന്നത് പെപ്പ പിക്കിൻ്റെ ഫൺ അറ്റ് ദ ഫെയർ എന്ന് പറഞ്ഞ ബുക്കാട്ടോ. ഇത് ലെവൽ 1 ആണ്. ശരിക്കും ഇത് എന്താ പറയുക, 2ാം ക്ലാസ്സിലൊക്കെ ആൾക്കാർക്ക് ഇത് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ലെവൽ 2 മേടിക്കണ്ടായിരുന്നു. ഞാൻ ലെവൽ 1 പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അങ്ങനെ മേടിച്ച. പക്ഷേ നല്ല ബുക്കാട്ടാ. അപ്പോൾ നമുക്കിത് വായിച്ചാലോ? എന്നിട്ട് അത് കഴിഞ്ഞാൽ നീ വായിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വേർഡ്സൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അവർ അതിലുള്ള കഥാപാത്രങ്ങളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ജോർജ്, പെപ്പ, മമ്മ പിഗ്, പിന്നെ ഡാഡി പിഗ്, പിന്നെ സ്റ്റോൾ, പാൻഡ, സ്ലൈഡ്, ഫൺ ഫെയർ, ബിഗ് വീൽ, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വായിക്കാം. Peppa Pig, George, Mummy and Daddy Pig are at the fun fair. Peppa's friends are all at the fun fair too. Kanda? Peppa and Mummy Pig go to see one of the stalls. I love that big panda, says Peppa. Kanda? Mummy Pig wins the big panda for Peppa. Hooray, says Peppa. George wants to go on the big slide. Daddy Pig goes with him. George loves the slide, but the slide is too big for Daddy Pig. I don't like the slide at all, he says. Peppa and Mummy Pig go to the next stall. Mummy Pig wins another big panda for Peppa. George wants to go on the big wheel next. Daddy Pig goes with him. George loves the big wheel, but the wheel is too big for Daddy Pig. I don't like this big wheel at all, he says. George and Daddy Pig see Peppa and Mummy Pig at one of the stalls. Peppa wants Mummy Pig to win another panda. Mummy wins all the pandas at the fun fair. Hooray for Mummy, says Peppa. Peppa gives all her friends a big panda. Hooray, says Peppa and her friends. We love fun fair. Super, I like.
What does Mummy Pig win for Peppa? എന്നിട്ടാ വിൻ ചെയ്തേ? Panda. What do Daddy Pig and George go on first? Slide. Who does not like the big wheel? Daddy Pig. ഓക്കെ, അടിപൊളി ബുക്കായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആമസോണിൽ പോയി ഈ ബുക്ക് കിട്ടും. ഞാൻ 2-3 വേറെ ഓർഡർ ചെയ്ത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പുസ്തകം. തീർച്ചയായിട്ടും ഞാൻ കുട്ടികൾക്ക് ഈ പ്രത്യേകിച്ച് കാർട്ടൂൺ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അധികം പേജസ് ഇല്ല, പക്ഷേ എന്തോ ഒരു ക്യൂട്ട്നെസ്, നല്ല രസമുണ്ട്. ഇത് ഇല്ല, പിക്ചേഴ്സും വായിക്കാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് ഒരു 63 രൂപയൊക്കെ റേഞ്ച് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ വലുത് വരുന്നുണ്ട്, ലെവൽ 2 വരുന്നുണ്ട്, അത് 89 രൂപയൊക്കെ റേഞ്ച് വരുന്നുണ്ട്. കുറച്ചും കൂടി പേജസ് ഉണ്ട് അതിൽ. പിന്നെ തിക്നെസ് ഉള്ള ബുക്കിന് ഒരു 148 രൂപ റേഞ്ച്, പിന്നെ 158 രൂപ റേഞ്ചൊക്കെ വരുന്നുണ്ട്. ആ കുഞ്ഞ് 5 ബുക്സ്, ആ ചെറിയ കുട്ടികൾക്കാട്ടെ, തീരെ ചെറിയ കുട്ടികൾക്ക്. വലിയ കുട്ടികൾക്ക് ഇപ്പോൾ 2-3 ആയിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക് ലെവൽ 2 ഒക്കെ മേടിച്ചു കൊടുക്കണം. ബാക്കിൽ കാണിക്കേണ്ട 3 ബുക്സിൻ്റെ അല്ലേ. ഇനി വേറൊരു വീഡിയോയിൽ എന്തായാലും ബുക്സിൻ്റെ റിവ്യൂ ഇടാം, നല്ല ബുക്സ് ഏതൊക്കെ കുട്ടികൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ക്ലീനിങ്ങിൻ്റെ കുറച്ച് ജോലികൾ നമ്മൾ ചെയ്യണ്ടായിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഫയലുകളിൽ പേപ്പറൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഞാൻ ഫയലിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനൽ സ്റ്റാർട്ടിങ്ങിൽ, ഫയലിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്ന്. 30 ദിവസത്തെ ചാലഞ്ചിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ തന്നെ കാര്യം അതായിരുന്നു ഞാൻ ചെയ്ത വീഡിയോ, ഫസ്റ്റത്തെ ചാലഞ്ചിൽ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫയലുകളെ കുറിച്ചും എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തതിനെക്കുറിച്ചൊക്കെ ഫുൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫയലുകളുടെ ഉള്ളിൽ ഇങ്ങനെ ഐറ്റംസ് ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ചില ഫയലിലൊന്നും പേപ്പേഴ്സ് ഇല്ലാതിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പേപ്പേഴ്സ് എനിക്ക് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ ഒന്നും കൂടി ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് തിരിച്ച് വെക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ്. നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിരിക്കും. അല്ല, നിങ്ങളൊരു ഉറയിലെല്ലാം കൂടി ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് കാണാണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈസി ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഫയലിങ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഫയൽ കുറച്ച് മേടിച്ചിട്ട് ഇത്തിരി പൈസ പോയാലും സാരില്ല, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാണാതെ എന്താ പറയുക, നല്ല സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു. ഞാൻ ഷെൽഫിൽ അത് വീണ്ടും തിരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. തലേദിവസം നമ്മൾ ചെയ്തത് നമ്മുടെ ഒരു ചെറിയ ഡെസ്ക് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിലാണ് ഓർഗനൈസ് ചെയ്തത്. ഇന്ന് ഈ ഫയലിൻ്റെ സെക്ഷനാണ് ഞാൻ ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വലിയ ജോലിയൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. 10-15 മിനിറ്റ് എടുത്തുള്ളൂ, പക്ഷെ അത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് പേപ്പർ കപ്പ് വെച്ചിട്ടേ ഒരു എന്താ പറയുക, ഒരു പൂച്ചക്കുട്ടീനെയും പിന്നെ ഒരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാം. അപ്പോൾ ആരാ ബട്ടർഫ്ലൈനെ ഉണ്ടാക്കണേ? ഓക്കെ, അപ്പോൾ പൂച്ചക്കുട്ടീനെ നീ ഉണ്ടാക്കിക്കോട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമുക്ക് എന്തിട്ട് വേണ്ടതെന്ന് വെച്ചാൽ പേപ്പർ കപ്പ് 2 വേണം, പിന്നെ ഫെവിക്കോൾ വേണം, പിന്നെ കുറച്ച് പെയിൻറ്റ് വേണം, പിന്നെ നമുക്ക് ഒരു വൈറ്റ് പേപ്പർ ഒരു പീസ് വേണം. നമുക്ക് ചിറകൊക്കെ ഉണ്ടാക്കണ്ടേ ബട്ടർഫ്ലൈക്ക്, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വേഗം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പൂച്ചക്കുട്ടീന് നമ്മൾ ബട്ടർഫ്ലൈനെ ഉണ്ടാക്കണം. ബട്ടർഫ്ലൈനെ നമുക്ക് ആ കപ്പുമ്പോൾ യെല്ലോ കളർ കൊടുക്കാം. എനിക്ക് യെല്ലോ അല്ല ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ പൂച്ചക്കുട്ടീൻ്റെ ഇതുമ്മേ കണ്ണിന് വേണ്ടി 2 ബട്ടൺ ഒട്ടിക്കുക. അപ്പോൾ മോള് തൊട്ടിക്കിട്ടാ. അപ്പോൾ പേപ്പർ കപ്പം നമ്മൾ ബട്ടനൊക്കെ ഒട്ടിച്ച് കണ്ണ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനൊരു മൂക്കും ഒരു വായയും വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ മോളെ ചെയ്യണ കാരണം ഞാൻ എന്തായാലും ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ ചെയ്തുതരാം കേട്ടോ. അപ്പോൾ അത് വരച്ചു കൊടുക്കുക, വായ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ബട്ടർഫ്ലൈയുടെ കപ്പുമ്പോൾ നമ്മൾ യെല്ലോ ഒക്കെ അടിച്ചതേ മോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടിയുടെ ഫേസ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെവി പൂച്ചക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ചെവിയുടെ ഷേപ്പിൽ 2 ഇങ്ങനെ പറയുക പേപ്പറിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് മക്കൾ എന്തായാലും വേണ്ട തന്നെ റോസ് കളർ അടിക്കിട്ടാ. അപ്പം ഇനി അതുമ്പോൾ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ചെവിയൊക്കെ ഒട്ടിച്ച് അപ്പോൾ ഇതേ ഫേസ് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീശ വേണ്ടേ, അപ്പോൾ മീശയും കൂടി നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ചിറകാണ്. അത് ഞാൻ അവർക്ക് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ചിറകിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് മുറിച്ച് കൊടുത്തു. അപ്പോൾ മോളിത് ഒരു പിങ്ക് കളർ പെയിൻറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതുമ്പോൾ കുറച്ച് ഗ്ലിറ്റേഴ്സോ കുറച്ച് ഷെല്ലോ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യിപ്പിക്കാം. നമുക്ക് അതിൻ്റെ ചിറകായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കപ്പുമ്മ. അപ്പോൾ ഓൾറെഡി അതുമ്പോൾ കണ്ണും വായൊക്കെ അവൾ ഒട്ടിച്ചിട്ടുണ്ട്, വരച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ആ ചിറക് ഫെവിക്കോൾ വെച്ച് ജസ്റ്റ് അത് 3 ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് അതിൻ്റെ അങ്ങനെ കൊമ്പും പോലെ ഉണ്ടാവില്ലേ ഇങ്ങനെ ബട്ടർഫ്ലൈക്ക് ഒരു സംഭവം ആൻറ്റിനെ പോലെ അതെന്തായാലും അതൊരു പേപ്പറിൽ വെറുതെ വെട്ടി കൊടുത്തു. അപ്പോൾ അത് അവൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബട്ടർഫ്ലൈയും നമ്മുടെ പൂച്ചക്കുട്ടിയും റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ അത്. കുഞ്ഞു കുട്ടികൾക്കായാലും ചെയ്യാം. നമ്മളൊന്ന് കൂടിയിരുന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അവർക്ക് വളരെ സന്തോഷം. മാത്രമല്ല പലതരം എനിമൽസ് നമുക്കിതുപോലെ കപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്തിരി കൂടി ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഞാൻ ഈ പറഞ്ഞ 3 ടാസ്ക് എന്തായാലും ചെയ്യുക. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഡ്രോയിങ്ങിൻ്റെ ടാസ്ക് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഫയലിൽ അവരുടെ പേപ്പേഴ്സ് എന്തെങ്കിലും ഓർഗനൈസ് ഉണ്ട് അത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ പ്രായം അനുസരിച്ച് നിങ്ങൾക്ക് ഈ 3 ടാസ്കിൽ ഏതാഴ്ച കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടാസ്ക് ട്രൈ ചെയ്തിട്ട് മറക്കാതെ എന്നോട് അഭിപ്രായം പറയാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്ക് നിങ്ങളുടെ എല്ലാവരോടും ബൈ.